ഹലോ ഗൈസ്, നിങ്ങൾ തമ്പലയിൽ കണ്ട പോലെ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒണിയനാണ്. ഒണിയന് അറിയാലോ, സൾഫർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് ഒണിയനിൽ. ഇപ്പോൾ എനിക്ക് കിട്ടി നോക്കുന്ന സവാളയാണ്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് നല്ലത്, ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണമാണ് ഞാൻ സവാള എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ ഉള്ളി എടുക്കാൻ നോക്കുക, അത് സൾഫർ കണ്ടൻറ്റ് കൂടുതലാണ്. മുടിക്ക് നീളം വയ്ക്കാനും ഹെയർ ഫോൾസ് തടയാനും താരനകറ്റാനും ഈ ഒണിയൻ നല്ലതാണ്. അപ്പോൾ ഇന്ന് ചലഞ്ച് 3ൽ വരുന്നത് ഒണിയനാണ്. ഇതിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒണിയൻ എടുക്കുമ്പോൾ ചെറിയ ഉള്ളി എടുക്കാൻ മാക്സിമം നോക്കുക. മുടിക്ക് നല്ല ആരോഗ്യവും മുടിക്ക് നീളം വയ്ക്കാനും സൾഫർ കണ്ടൻറ്റ് ഉള്ളൊരു ഇതാണ് ഒണിയൻ. അപ്പോൾ ആദ്യം എനിക്ക് ഹെയറിന് ഒരു സവാള ആയ കാരണം ഒരു ഒണിയൻ മതിയായിരിക്കും. ചെറിയുള്ളിയൊക്കെ ആണെങ്കിൽ കുറച്ച് വേണ്ടി വരും. ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്ത കാരണമാണ് ഞാൻ സവാള എടുക്കുന്നത്. ഇതിൻ്റെ ജ്യൂസ് നമുക്കെടുക്കാം. ചിലർക്ക് ഒണിയൻ്റെ ജ്യൂസ് ഓണാണോ, ഒണിയൻ്റെ ജ്യൂസ് നമ്മൾ ഹെയറിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്. ചിലർക്ക് അതിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ അതിൻ്റെ ഇറിറ്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് ചെയ്യണവർക്ക്. അപ്പം നമ്മൾക്ക് ഈ ജ്യൂസിൻ്റെ കൂടെ അലോവേര ജെല്ലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ കാച്ചിയ എണ്ണയോ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഡയറക്റ്റ് തലയിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒണിയൻ്റെ സ്മെല്ലൊന്നും പിടിക്കാത്തവരുണ്ടാവും. നമുക്ക് തലയിൽ ഇതിടുമ്പോൾ തലവേദന വരാം, അങ്ങനത്തെ കുറച്ച് ഇറിറ്റേഷൻ പ്രോബ്ലം വരാം. അപ്പോൾ എടുക്കുമ്പോൾ ഒരു വലിയ സവാള എടുക്കാട്ടോ, അത് അത്യാവശ്യം ജ്യൂസ് എടുക്കാനുള്ളതല്ല. ഹെയറിനനുസരിച്ചിട്ട് ഒണിയൻ്റെ അളവ് കൂട്ടാട്ടോ. വലിപ്പനുസരിച്ചിട്ട് നിങ്ങൾ ഒണിയൻ എടുക്കുക. ഇത്തിരി അത്യാവശ്യം ജ്യൂസ് വേണമല്ലോ ഒണിയൻ്റെ. അപ്പോൾ എടുക്കുമ്പോൾ ചെറിയ ഉള്ളി എടുക്കുക, അതിലാണ് സൾഫർ കണ്ടൻറ്റ് കൂടുതലുള്ളത്. നമ്മുടെ മുടിക്ക് നീളം വയ്ക്കാനും ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോൾസിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഒണിയൻ. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ജ്യൂസ് അപ്ലൈ ചെയ്യണ്ട. ചിലർക്ക് അതിൻ്റെ ഇറിറ്റേഷൻ സ്മെല്ല് പിടിക്കില്ല. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാവും. അപ്പോൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണ്ട. അതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിലുള്ള എണ്ണയോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ കറ്റാർവാഴയുടെ നീരോ എന്ത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്തിട്ട് തലയിൽ തേച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് ജ്യൂസ് എടുത്തിട്ട് വരാം കേട്ടോ. നമ്മളിത് എല്ലായിടത്തും അപ്ലൈ ചെയ്തു കേട്ടോ. ഓരോ ലെയർ എടുത്തിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്തു. ഇത് ഒണിയൻ്റെ സ്മെല്ലുള്ള കാരണം നമ്മൾ താളിപ്പൊടിയോ ഷാമ്പു ഇട്ട് കഴുകാൻ ഞാൻ പറയില്ല, താളിപ്പൊടി ഇട്ടിട്ട് തല വാഷ് ചെയ്യുന്നതാവും കേട്ടോ നല്ലത്. ഒണിയൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ താളിപ്പൊടി ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാൻ നോക്കുക. ഈ ചെമ്പരത്തി താളി ആയാലും മതി. താളിപ്പൊടി ഇല്ലെങ്കിൽ ചെമ്പരത്തി താളി ആയിരിക്കും നല്ലത്. ചെമ്പരത്തി താളി ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് കാണിക്കണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഇതാ നമ്മൾ ഒരു ഒണിയൻ ജ്യൂസ് എടുത്തിട്ട് അത് ഇത്രയ്ക്കുണ്ട് കേട്ടോ നമ്മുടെ ഒണിയൻ ജ്യൂസ്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട. ആദ്യമായിട്ട് തേക്കണവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ട. കാരണം ഒണിയൻ്റെ സ്മെല്ല് ചിലവർക്ക് പിടിക്കില്ല. അപ്പോൾ തലവേദന വരാം, ഇറിറ്റേഷൻ വരാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാണ്ട് നമ്മുടെ കാച്ചിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് കറ്റാർവാഴ ഇടാം, അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ വെള്ളം ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് കാച്ചിയ എണ്ണയാണ്. അതൊരു 2 സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് രണ്ടും കൂടി ബ്ലെൻഡ് ആവണം. ഇതാ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലേക്കാട്ട കിട്ടാം. ഇതുപോലെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാറ്റ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഒണിയൻ്റെ സ്മെല്ലില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണെങ്കിൽ ഒണിയൻ്റെ കൂടെ കറ്റാർവായോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ ഇതോ കാച്ചി എണ്ണയോ ഇതിൽ ആഡ് ചെയ്യുക. അപ്പോൾ സ്മെല്ല് ഉണ്ടാവില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ. ഹെയറിൽ തലയിൽ കാച്ചി എണ്ണ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒണിയൻ ജ്യൂസ് കേട്ടോ. ഒണിയൻ ജ്യൂസ് ഇതിൽ കുറച്ച് കാച്ചി എണ്ണ ഒണിയൻ ജ്യൂസ് നമുക്കിനി ഞാൻ ഹെയറിൽ കാച്ചി എണ്ണ തേച്ചു. ഇനി നമുക്ക് ഈ ജ്യൂസ് ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു ലെയർ എടുത്തിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഒരു ലെയർ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ കയ്യിൽ പാത്രം ഇരിക്കാൻ എനിക്ക് അപ്ലൈ ചെയ്യാനൊരു ഇതില്ല, ലെയർ എടുക്കാൻ പറ്റുന്നില്ല. ഇത് മൊത്തം അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഓണിയൻ ജ്യൂസ് എടുത്ത് നമ്മൾ ആദ്യം ഓണിയൻ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ വെള്ളം ആഡ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. വെള്ളം ആഡ് ചെയ്യണ്ട. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ നീരെടുക്കുക. സവാള ആയ കാരണം അത്യാവശ്യം നീരുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ഉള്ളി ആകുമ്പോൾ ഇത്തിരി അധികം എടുക്കണേ. പിന്നെ നമ്മൾ ഡെലിവറി സമയത്തൊക്കെ നമ്മളെ അമ്മമാർ നമുക്ക് ഉള്ളിലേക്ക് ഉണ്ടാക്കി തരും. അത്രയും സൾഫർ കണ്ടൻ്റ് ഉള്ളൊരു ഇതാണ് കേട്ടോ ഉള്ളിലേക്ക് ഇപ്പോഴും ഉണ്ടാക്കി കഴിച്ചു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഹെയറിന് നല്ലതാണ്. ഡെലിവറി സമയത്ത് മാത്രമല്ല ഉള്ളിലേക്കും കഴിക്കുക. ഇപ്പോഴും നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും നമുക്ക് ഉള്ളിലേക്ക് ഉണ്ടാക്കി കഴിക്കാം. ഈ നീരെടുക്കുമ്പോൾ കണ്ണീന്ന് വെള്ളം വരുന്നു. നമ്മൾ ജ്യൂസ് അടിച്ചത് ഒരു ഒണിയൻ എടുത്തിട്ടത് എത്രയും ഉണ്ട് കേട്ടോ ജ്യൂസ്. അതൊന്നും നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണ്ട. ആദ്യമായിട്ട് തേക്കുന്നവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. ഇതിൻ്റെ സ്മെല്ല് പിടിക്കില്ല, തലവേദന എടുക്കും.